ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വിഷു. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു ലോങ് ബ്ലൗസ് എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഈ ഉമ്മമാരൊക്കെ ഇടുന്ന ഒരു കുടുത്തുണി കുപ്പായം എന്നാണ് ഇതിന് പറയുന്നത്. കുടുത്തുണി കുപ്പായം. പ്രായം ചെന്ന മുസ്ലിം ഉമ്മമാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിടുന്നത്, ഈ ഡ്രസ്സ് ഇടുന്നത്. കുടുത്തുണി കുപ്പായം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. ഒരു ലോങ് ബ്ലൗസ്, ശരിക്കും ഒരു ലോങ് ബ്ലൗസ് പോലെ തന്നെ അത് തയ്ക്കുന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു ബ്ലൗസാണത്. ഏകദേശം 52 ചെസ്റ്റ്, 54ഓളം ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസാണത്. 54 ചെസ്റ്റ് അളവ്. അപ്പോൾ ഇതിന് ഏകദേശം ലെങ്ത്ത് എന്താ, നിങ്ങൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഒന്ന് നോക്കുക. 54 56 എത്രയാണ് ചെസ്റ്റ് അളവ്? നമുക്കൊന്ന് അളന്ന് നോക്കാം അതിൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന്. ഇത് 25 26 അത്രയുണ്ട്. അപ്പോൾ അത്രയും ചെസ്റ്റ് അളവുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 14 ഇഞ്ചിൽ വണ്ണത്തിൽ വെട്ടണം കേട്ടോ. 14 ഇഞ്ച് വണ്ണത്തിൽ വെട്ടുമ്പോൾ ഏകദേശം ഒരു 50 എത്ര വരും, 28 56ൻ്റെ അടുത്ത് വരും, 56 ഇഞ്ച് വരും. അപ്പോൾ 54 53 54 വണ്ണം കിടക്കുന്നത്. അപ്പോൾ അത്ര 2 ഇഞ്ച് വീതം നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അത്രയും ചെസ്റ്റ് അളവ് എടുക്കണം. 14 ഇഞ്ചിട്ടാണ് വെട്ടുന്നത്. പിന്നെ ഇതിന് ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ്. ഏകദേശം 23ഓളം ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ 24 ഇത് വെട്ടും. 24 ഇഞ്ചിൽ വെട്ടുകയാണ്. ഇനി ഇതിൻ്റെ ഷോൾഡർ എടുക്കുന്നത്, ഇതിന് അധികം കഴുത്തിറക്കമൊന്നുമില്ല. അപ്പം നമ്മളിതിന് ഷോൾഡർ ഒരു 6.5 ഇഞ്ച് ഷോൾഡർ ഇറക്കണം. കാരണം ഇതിന് കഴുത്തിറക്കം കുറവാണ്. അതുപോലെ വിട്ട് ഒരു 3 ഇഞ്ച്. ഉടുപ്പിൻ്റെ ബാക്ക് കഴുത്തൊക്കെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബാക്ക് കഴുത്തൊക്കെ കുറവാണ്. ഏകദേശം ഒരു 3 ഇഞ്ചുകളെ ബാക്ക് കഴുത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ വിട്ടും കുറവാണ്. ഇതിന് വൈഡ് കുറച്ച് കുറവാണ്. അപ്പോൾ എന്നോട് ഒരല്പം കൂട്ടിയേക്കണേന്ന് പറഞ്ഞു. ഇത് 2 ഇഞ്ച് വൈഡിലങ്ങാണ്ടാണ് തയ്ച്ചേക്കുന്നത്. ഒരല്പം കൂടെ വൈഡ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് വൈഡിൽ എടുക്കുകയാണ്. അതുപോലെ ബാക്ക് 3 ഇഞ്ച് ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ ആം ഹോള് ഞാൻ 6 തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ച് ആം ഹോള്. അപ്പോൾ ഇന്നലെ ഞാൻ ബ്ലൗസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആം ഹോള് നമ്മുടെ വണ്ണവും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു തന്ന്. അപ്പോൾ ബ്ലൗസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ 6 ഇഞ്ച് ആം ഹോളിൽ ഇത്രയും വലിയ ഒരു ബ്ലൗസ് തയ്ക്കുന്നതെന്ന് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ സ്പെഷ്യൽ ക്ലാസ് വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടിയിലൊരു ജോയിനിങ് ബട്ടൺ കാണും, അതിൽ ജോയിൻ ചെയ്യുക. ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. മാസം 119 രൂപ, ഏറ്റവും ലീസ്റ്റ് എമൗണ്ടിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ സ്പെഷ്യൽ ക്ലാസ് കാണാം. അതിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആം ഹോള്, ഷോൾഡർ, വണ്ണം, ഇതെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്ക് വെട്ടിക്കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്രണ്ടും വെട്ടുകയാണ്. കാരണം ഇറക്കവും വണ്ണമൊക്കെ ഒരേപോലെയാണ്. കഴുത്ത് മാത്രമാണ് ഒരു വ്യത്യാസം. ഇതിൻ്റെ കഴുത്തിറക്കം എത്രയാണെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഒരു 5 ഇഞ്ച് കഴുത്തിറക്കമുണ്ട്. അപ്പോൾ അത്രയും മാത്രം ഇതിനും കഴുത്തിറക്കിയാൽ മതി നമുക്ക്. ഇതൊക്കെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ലോങ് ബ്ലൗസും ഇതുപോലെ തന്നെയാണ് തയ്ക്കുന്നത്. പാവാടയും ബ്ലൗസിനൊക്കെ ലോങ് ബ്ലൗസ് തയ്ക്കുന്നത് ഇതുപോലെ തന്നെ. കഴുത്ത് മാത്രം നമ്മൾ വേറെ രീതിയിലൊക്കെ വെട്ടും. കുറച്ചും കൂടെ ഇറക്കി വേറെ ഷേപ്പിലൊക്കെ വെട്ടും. ഇത് കുടുത്തുണി കുപ്പായം ആയതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. ബാക്കും ഫ്രണ്ട് വെട്ടിക്കഴിഞ്ഞു. ബാക്ക് നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കൈ വെട്ടണം. കൈയുടെ ഇറക്കമൊക്കെ നമ്മൾ അളന്ന് നോക്കിയിട്ട് കൈ വെട്ടാൻ എടുക്കണം. കൈക്ക് എത്രയാണ് ലെങ്ത് എന്ന് നമുക്ക് നോക്കണം. ഇത് ഏകദേശം 15-16ഓളം ലെങ്ത് ഇടണം. ഇതിന് അവിടെ ഒരു 3 ഇഞ്ച് നമ്മൾ കൈക്കുഴി 3 ഇഞ്ചാണ് കുഴിക്കുന്നത്. 12 ഇഞ്ച് വണ്ണത്തിലാണ് ഞാനിത് വെട്ടിയെടുത്തേക്കുന്നത് കേട്ടോ. 12 ഇഞ്ച് വണ്ണത്തിൽ. ബ്ലൗസിന് നമ്മൾ ടോട്ടൽ എടുത്തേക്കുന്ന എത്രയാണ്? 58 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ ടോട്ടൽ ഇത് വെട്ടിയേക്കുന്നത്. ഏകദേശം ഒരു 52 ഇഞ്ചോളം ഇതിന് വണ്ണം വേണം. കാരണം അവർ തന്ന ബ്ലൗസിൽ കുറച്ച് വണ്ണം കുറവാണ്, കുറച്ചും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ ഒരു 52 ഇതിന് വേണം. അപ്പോൾ നെഞ്ചിപ്പൊട്ടയൊക്കെ വെട്ടിയെടുത്തു. ഇനി നമുക്കിത് തയ്ക്കാം. ആദ്യം നമ്മളിതിൽ ഡോട്ട് ഇടണം കേട്ടോ. ഫ്രണ്ടിൽ ഒരു 10 ഇഞ്ച് താഴ്ത്തി ഒരു 16 ഇഞ്ചിൻ്റെ അത്രയും ലെങ്ത്തിൽ നമ്മളിതിൽ ഡോട്ട് ഇടണം 2 സൈഡിൽ. എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഇന്നലത്തെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ജോയിൻ ചെയ്തവരെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിൽ വന്ന് കമൻ്റ് ഇടാവുന്നതാണ്. മനസ്സിലായില്ലെങ്കിലും പറയണം. കാരണം നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ പഠിക്കണം. ഇത് നമ്മൾ ഡോട്ടൊക്കെ ഇട്ട് ഇനി ഇതിൽ പട്ട വെച്ചടിക്കണം, നെഞ്ചിപ്പട്ട. ഇതും 2 നെഞ്ചിപ്പട്ടയും നമ്മൾ കൊടുത്തടിക്കുകയാണ്. ബോഡിയിലേക്ക് മടക്കിയല്ല അടിക്കണത്. രണ്ടും നമ്മൾ ഒരുപോലെ തന്നെയാണ് അടിക്കണം. ഹൂക്ക് കൊടുക്കുന്നതും ഹൂക്ക് വയ്ക്കുന്നതും ഹൂക്കിടുന്നതും രണ്ടും ഒരേപോലെയാണ് അടിക്കുന്നത്. ബ്ലൗസിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. 3 ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞു. ആ 3 ക്ലാസ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ പട്ട വെച്ചടിക്കുന്നത്. ഇത് ഹൂക്കിടാനുള്ള ഭാഗവും ഹൂക്ക് പിടിച്ചിടാനുള്ള ഭാഗവും രണ്ടും ഒരുപോലെയാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. രണ്ടും ഒരേപോലെ പട്ട കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. മടക്കി അടിക്കുകയല്ല, ബോഡിയിലേക്ക് മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഹൂക്കിടുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ ഐ വരിയണം. ഇനി നമുക്ക് ബാക്കും അതുപോലെ ഡോട്ട് ഇടണം കേട്ടോ. അതേ അളവിൽ തന്നെ ബാക്കും ഡോട്ട് ഇടാനുള്ളത്. ഫ്രണ്ടിൽ നമ്മളെടുത്ത അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ബാക്കിലും ഡോട്ട് ഇടാം.
ഇനി നമുക്കിതിൽ ഫ്രണ്ട് എടുത്ത് ജോയിൻ ചെയ്യാം, ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. ഫ്രണ്ട് 2 പാർട്ടും എടുത്ത്, അതായത് ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്യും. ഷോൾഡറൊക്കെ നമ്മളെപ്പോഴും 2 സ്റ്റിച്ച് ജോയിൻ ചെയ്യണം കേട്ടോ. അതങ്ങ് ശീലമാക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് വന്നോളും. 2 സ്റ്റിച്ച് ജോയിനിങ് കഴിഞ്ഞു. ഇനി ഇതിൽ കൈ വെച്ച് വയ്ക്കണം. കൈ വെച്ച് വയ്ക്കുക നമ്മൾ. കൈ ഞാൻ വെട്ടിയത് എത്രയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 12 ഇഞ്ച്. 12 ഇഞ്ച് വെട്ടിയാൽ കറക്റ്റ് നമ്മളെ കൈക്കുഴിയിൽ വന്ന് നിൽക്കും. കണ്ടോ? നമുക്ക് കൈ മടക്കി തയ്ക്കാം. കൈ മടക്കി തയ്ച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക ഫുള്ളായിട്ട്. നമുക്ക് താഴെ ഒരു കട്ടുണ്ട്, അപ്പോൾ അത്രയും ഭാഗം ജോയിൻ ചെയ്യുക. ഫുള്ളായിട്ട് ജോയിൻ ചെയ്തത് സൈഡ് ഓപ്പൺ ചെയ്യണം. സൈഡ് ഓപ്പൺ ചെയ്യണോണ്ട് അത്രയും ഭാഗം മാത്രം ജോയിൻ ചെയ്ത് വയ്ക്കുക. ഇത് അളന്നൊന്നുമല്ല, ജസ്റ്റ് ജോയിൻ ചെയ്യാണ്. പിന്നെ നമുക്ക് വണ്ണമൊക്കെ അളന്ന് നോക്കി കറക്റ്റ് വണ്ണം, കൈവണ്ണം എല്ലാം എടുത്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യും. വീണ്ടും അതിനെ അടിക്കാം. സൈഡ് ഓപ്പണിംഗ് ആണ്. ഇനി നമുക്ക് കഴുത്ത് വെച്ച് വയ്ക്കാം. വളരെ പെട്ടെന്ന് ഇത് തയ്ച്ച് കഴിയും കേട്ടോ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്ക്കാൻ. കട്ട് ചെയ്യാനും അതുപോലെ തന്നെ. ഏകദേശം ലോങ് ബ്ലൗസ് ഇതുപോലെ തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ ലോങ് ബ്ലൗസ് തയ്ക്കുന്നത് ഇതുപോലൊക്കെ തന്നെ. പിന്നെ കഴുത്ത് മാത്രം ചിലപ്പോൾ നമ്മൾ വേറെ മോഡലിലൊക്കെ തയ്ക്കുമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലൊക്കെ തന്നെ തന്നെയാണ് തയ്ക്കുന്നത്. ഇത് നമ്മൾ കഴുത്ത് മടക്കി ഹെമ്മിങ് ചെയ്യാനാണ് ഇങ്ങനെ തയ്ച്ച് വെക്കുന്നത്. കഴുത്ത് തയ്ച്ച് കഴിഞ്ഞ് ഇനി അത് കഴുത്ത് മടക്കി ഹെമ്മിങ് ചെയ്താൽ മതി. ഇനി നമുക്ക് വണ്ണമൊക്കെ അളന്ന് നോക്കി എത്ര വണ്ണമുണ്ട്, ചെസ്റ്റ് വണ്ണം എത്രയുണ്ട്, കൈവണ്ണം എത്രയുണ്ട്, അതൊക്കെ അളന്ന് നോക്കിയിട്ട് അത് കണക്കാക്കി വണ്ണം അടിച്ച് കുറയ്ക്കുക. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചിട്ട് പിന്നെ നിങ്ങൾ വണ്ണം ഒന്ന് അളന്ന് നോക്കണം. ചെസ്റ്റ് വണ്ണമൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ അളന്ന് നോക്കണം. അളന്ന് നോക്കിയിട്ട് എത്ര കുറയ്ക്കാനുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വണ്ണം അടിക്കുക. സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് അത്ര വരെ അടിക്കാവും കേട്ടോ. ഇനി ഇത് നമ്മൾ കൈക്കുഴിയൊക്കെ കണ്ടോ, കറക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ? കയറി ഇറങ്ങി ഒന്നും വരരുത് അവിടെ. വണ്ണം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എത്ര വണ്ണം ഉണ്ടെന്നൊക്കെ. അമ്പത്തി 53 ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വണ്ണം കുറയ്ക്കണം. ഒരു 51, 52 മതി. അത് കുറച്ചുകൂടെ കുറയ്ക്കണം. ഇനി നമുക്ക് ബോട്ടം അടിക്കാം താഴെ.
സൈഡ് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സൈഡ് നമ്മൾ ഇതുപോലെ അടിച്ചിടണം. നമ്മൾ ഇങ്ങനെ അടിച്ച് ബോട്ടവും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇത് തയ്ച്ച് കഴിഞ്ഞു. പിന്നെ ഹൂക്ക് വയ്ക്കുക, കഴുത്ത് ഹെമ്മിങ് ചെയ്യുക. ഇത്ര ജോലിയേ പിന്നെ ഇതിൽ ബാക്കിയുള്ളൂ. എൻ്റെ നാട്ടിൽ ഇതിന് തയ്യൽ കൂലി ഞാൻ വാങ്ങുന്നത് 150 രൂപയാണ് കേട്ടോ. നിങ്ങളെയൊക്കെ നാട്ടിൽ എത്ര രൂപയാണ് തയ്യൽ കൂലി വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങുന്നത് 150 രൂപയാണ്. അപ്പം ബ്ലൗസിന് ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നന്നായിട്ട് ബ്ലൗസ് പഠിക്കാൻ കഴിയും. കണ്ടോ, സൈഡൊക്കെ ഓപ്പൺ ചെയ്തു, തയ്ച്ച് കഴിഞ്ഞു. സൈഡൊക്കെ ഒന്നുകൂടെ എടുത്ത് വണ്ണമൊക്കെ അളന്ന് നോക്കി കറക്റ്റാണോ നോക്കി ഒക്കെ റെഡിയാക്കി വെക്കണം. ഇനി ഇതിൻ്റെ കഴുത്ത് ഹെമ്മിങ് ചെയ്യണം. അത്ര ജോലിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.